ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ പറയേണ്ടത് ഇന്നലെയാണ് കേട്ടോ അയക്കണേ. ഇന്നലെ സൺഡേ ആയിരുന്നു. ഇന്നലെയാണ് എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് തന്നെ കിട്ടിയപ്പോൾ 101ാമത്തെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് എത്ര കാലം എന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് ചെറിയ കോമഡി വീഡിയോസൊക്കെ ഇട്ടിട്ട് അങ്ങനെ 2K സബ്സ്ക്രൈബേഴ്സ് കിട്ടി. അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും 1000 നന്ദി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കോവയിലോട്ട് പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോണ വഴിക്ക് ഒരു സിഗ്നലുണ്ട് കേട്ടോ. സിഗ്നലിൻ്റെ ഭാഗത്തുനിന്ന് അത് നമ്മളെ കേരളത്തിലാണ് കേട്ടോ. അത് ഒലോക്കോടും ഇവിടെ എത്തുന്നതിൻ്റെ മുന്നേ കേട്ടോ. അവിടെ ഇങ്ങനെ സിഗ്നലിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. നല്ല ചെറുപ്പം ചങ്ങായിമാരും പെണ്ണുങ്ങളും ചെറിയ കുഞ്ഞ് പൈത മക്കളിനെ ഈ വെയിലും കൊള്ളിച്ചിട്ട് അവരിങ്ങനെ നിൽക്കണം. അവരൊരു ബിസിനസ്സാണിത്. അവർക്ക് വേറെ എന്തെങ്കിലും മേനിയാണെങ്കിൽ ജീവിച്ചുകൂടെ? പാവം കുഞ്ഞ് കുട്ടി അതും സങ്കടപ്പെട്ട് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയി. അപ്പം ഞാൻ മോനെ മുട്ടിക്കുളങ്ങര ഒന്ന് കാണിക്കാനുണ്ടായിരുന്നു എൻ്റെ മോനെ. അപ്പം ഞാൻ മുട്ടിക്കുളങ്ങര അവിടെ നിന്ന് ഇറങ്ങി മോനെയും കാണിച്ച് അവിടുന്ന് കുറച്ച് അപ്പുറം പോയപ്പോൾ ഒരു കട ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ വ്യതിയാനെ പോകുമ്പോഴും കാണുന്നൊരു കടയാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ചായയും കുടിച്ചിട്ടാണ് എന്നും പോകാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വാളയാറൊരു കട ഉണ്ട്. അവിടെ ഈ 2 കടയിൽ നിന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാറ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഉണ്ടയും ബോണ്ടയും കേക്കും ബന്നും വടയും എല്ലാം വാങ്ങിച്ചുങ്ങാണ്ട് ചായയും വാങ്ങിച്ചുങ്ങാണ്ട് അങ്ങനെ അതും കുടിച്ചുങ്ങാണ്ട് എൻജോയ് ചെയ്ത് ലൈസും അതും ഇതും ഒക്കെ വാങ്ങിങ്ങാണ്ട് അങ്ങനെ വണ്ടിയിൽ നിറച്ചു. എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര എത്ര കഴിച്ചാലും വണ്ടിയിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. അങ്ങനെ കഴിച്ചുങ്ങാണ്ടും സംസാരിച്ചുങ്ങാണ്ടും മോനുള്ള കാരണം ടൈം പാസ്സാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ടൈം പാസ്സുമാണ്, ഭയങ്കര കുറുമ്പനുമാണ് കേട്ടോ. നല്ല എൻജോയ് ചെയ്ത് അങ്ങനെ പോയിട്ടോ. യാത്ര ചെയ്യുമ്പോൾ മോനുണ്ടാവണം കേട്ടോ. ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോകണ നേരത്തിൽ ലോട്ടറി എടുക്കാം, നമുക്ക് ബമ്പർ എടുക്കാമെന്ന് പറഞ്ഞു. 500 രൂപ പോണൊരു വിഷയമാണ് ബമ്പർ. പക്ഷെ അത് കിട്ടിയാൽ കോടികളാണ്. എന്താ ചെയ്യുക? എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാനതങ്ങ് എടുക്കാൻ വാശി പിടിച്ചു, അതങ്ങ് എടുത്തു. എന്തെന്ന് ചോദിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ കോടീശ്വരി ആയാലോ എന്ന്. പക്ഷേ നമുക്കൊന്നും അടിക്കൂല എന്നുള്ളൊരൊറ്റ പറശ്ശിലാണ് എൻ്റെ എടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ബമ്പർ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഗോവയിലെത്തി. അപ്പം മോനിക്ക് രാത്രി ആയപ്പോൾ പ്രേതം വരിക എന്ന് പറഞ്ഞ ഒരേ കളിയും ബഹളവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻജോയ് ആയി, ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.